നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയുടെ കൂടെ പോയ നിങ്ങളുടെ ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കൂടെ പോയ നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികാവസ്ഥയാണ് ഈ 3 കാർഡ്സ്. 1, 2, 3 ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്ര റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷനും തീരുമാനങ്ങളും എടുക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് റീഡിംഗ് എടുക്കാം. എൻ്റെ അടുത്ത് ഒരു ചോദ്യത്തിൻ്റെ റീഡിങ്ങും ഉണ്ട്, പാക്കേജ് റീഡിങ്സും ഉണ്ട് കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം പാക്കേജ് റീഡിങ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വേണമെങ്കിൽ അതാണ് ഒരു ചോദ്യത്തിൻ്റെ റീഡിങ്. അതിൻ്റെ എല്ലാ 2 പാക്കേജ് റീഡിങ്ങിലും ഒരു ചോദ്യത്തിൻ്റെ റീഡിങ്ങിലും ഓവറോൾ എനർജിയും ഓറക്കൽ മെസ്സേജും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം അല്ലേ. 1, 2, 3 നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. നമ്മളപ്പോൾ എന്തൊക്കെയാണ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികാവസ്ഥ, പിന്നെ നമ്മൾ ആ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പം എങ്ങനെയാണെന്ന് നോക്കും, ആ പേഴ്സൻ്റെ ഒഫീഷ്യൽ കരിയർ എങ്ങനെയാണെന്ന് നോക്കും, പിന്നെ ആ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞ് നിങ്ങളോട് ഇപ്പം എന്താണ് ആ പേഴ്സണൽ ഫീലിങ്സ്, നിങ്ങളോടായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കാർഡ് മാറ്റാം. 2ാമത്തെ കാർഡ്, 3ാമത്തെ കാർഡ്. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഭഗവാനേ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഞാനിത് ഷഫിൾ ചെയ്ത് വെച്ചേക്കുകയാണ്. ഒന്നും കൂടെ ഷഫിൾ ചെയ്യാണ്, ആ എനർജി ഒന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭഗവാനേ, ഭഗവാനേ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു ശബ്ദം കൂടെ ചെയ്യാം നമുക്ക്. ഭഗവാനേ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനേ, 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 ഭഗവാനേ. 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ്. ഓക്കെ, ഒരു കാർഡ് ഇവിടെ വീണിട്ടുണ്ട്, വീണ്ടും ഒരു കാർഡ് വീണിട്ടുണ്ട്. ഇനി നോക്കാം വല്ല കാർഡ്സും വീഴുമെന്ന്. ഇല്ല, 2 കാർഡ്സാണ് ഇവിടെ വീണിട്ടുള്ളത്. ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനോട് വേണ്ടി നിങ്ങൾ ഒബ്സെസ്ഡ് ആണ്, നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല, അതുപോലെ നിങ്ങൾ അതിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ സാധനം. പക്ഷേ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും. അത് നിങ്ങൾ ത്യജിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. 2ാമത്തത്, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ത്യജിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ നിങ്ങൾ ഓം എന്ന് പറഞ്ഞ മന്ത്രം ജപിക്കണം. ഓം എന്ന് മന്ത്രം വൈബ്രേഷനാണത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ കുറേയൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് വ്യക്തമാകാനാണ് നിങ്ങൾ ഓം എന്ന മന്ത്രം ജപിക്കേണ്ടത് കേട്ടോ. അപ്പം അതാണ് ഓറക്കൽ മെസ്സേജ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഹൈ പ്രീസ്റ്റസ് ആണ്. ഇത് ബ്ലാക്ക് മാജിക് ആവാം, കൂടോത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആഭിചാരം, അതാണ്. 2ാമത്തത്, കൂടുതൽ റിലീജിയസ് ആയ ഒരാൾ, ഭക്തി കൂടിയ ഒരാൾ, സ്പിരിച്വലായിട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾ. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയുന്നത്, ഹൈ പ്രീസ്റ്റസ് പറഞ്ഞാൽ വളരെ ജ്ഞാനമുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്. വളരെയധികം ജ്ഞാനമുള്ള, അറിവുള്ള, റിലിജിയനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണത്. വെർഗോ പൈസസ് ആണത്. പക്ഷേ ഈ റിലിജിയനെ ഫോളോ ചെയ്യുകയും ഒരു കാര്യത്തിന് വളരെ ഒബ്സെസ്ഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ, അവർ സ്വയം വിശ്വസിക്കും അവർ പെർഫെക്റ്റ് ആണെന്ന്. മനസ്സിലായോ? അപ്പോൾ അതൊരു പവറായിട്ട് മാറും. അതിനൊരു നെഗറ്റീവ് സൈഡാണ്. അത് പവറായിട്ട് മാറുമ്പോൾ
ആ പവർ അവരെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത്, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. ടു ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു അത് എടുത്തിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല, പക്ഷേ അത് തീരുമാനം എടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. ഇത് വേണോ അത് വേണോ എന്നുള്ളൊരു തീരുമാനം, ഏതെടുക്കണം എന്നൊരു തീരുമാനം എടുക്കാനുള്ള സിറ്റുവേഷനിലാണ്. പക്ഷെ അത് വളരെ സീക്രട്ടുമാണ്. മൂൺ കാർഡ് വളരെ ഭയം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക, ഫാൻറ്റസി, ഈ പേഴ്സൺ തന്നെ ഇമാജിൻ ചെയ്തിട്ട്. ഈ ചില ആളുകൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പറയും, ഭൂതത്തെ കാണുന്നുണ്ട്. ഭൂതം പ്രേതമൊന്നും ഇല്ലെന്നല്ല, എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഭൂതത്തെയും പ്രേതത്തെയും കണ്ടു, ചെകുത്താനെ കണ്ടിട്ടുണ്ട്, ജിന്നിനെ കണ്ടിട്ടുണ്ട്, പിന്നെ എന്താ പറയുക, അങ്ങനെയെല്ലാം സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അത് അവർ ഏലിയൻസിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ കാണണമെന്നില്ല, മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാനും മറ്റുള്ളവരുടെ മേളിൽ ഒരു പവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥകൾ പറയുന്ന ഒരു എനർജി. അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സണും. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഒരാൾ പുറത്ത് കാണിക്കുമ്പോൾ വളരെയധികം ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണിത്. അപ്പോൾ പുറത്ത് കാണുമ്പോൾ ഭയങ്കര ഭക്തിയുള്ള, ഭയങ്കര ജ്ഞാനമുള്ള ആളാന്ന് തോന്നുന്നു, ഉള്ളു പൊള്ളയാണ്. മറ്റുള്ളവരെ സ്വന്തം ചൊൽപ്പടിക്ക് നിർത്തുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടെ ക്യാൻസർ, വെർഗോ, പൈസസ് ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്? ഓം നമഃ ശിവായ. ഭവാനി ഓക്കെ, നമുക്ക് കാർഡ്സ് നോക്കാം. ഭവാനി, നിങ്ങളുടെ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ എന്താണ് സിറ്റുവേഷൻ? ഇപ്പോൾ യാത്രയിലാണ് ഈ പേഴ്സൺ, ഒബ്സെസ്ഡ് ആണ്. ഈ പേഴ്സൺ വളരെയധികം നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാളാണ്. വളരെയധികം നേരത്തെ ഭയങ്കര ഉഴപ്പായിരുന്ന ഒരാൾ, ഉഴപ്പ് ഇപ്പം കൺട്രോളിൽ വെച്ചേക്കുകയാണ്. ഇപ്പം കാരണം ഈ പേഴ്സൻ്റെ ഉദ്ദേശം, ഇപ്പം ആൾദൈവങ്ങൾ എന്ന് നമ്മൾ പറയും. ആൾദൈവങ്ങൾ അവർ എന്താ പറയുക, എല്ലാവരുടെയും ഉദ്ദേശം, ആൾദൈവം എന്ന് പറഞ്ഞ ഉദ്ദേശം എല്ലാവരുടെയും അല്ല. ചിലർ നല്ല നന്മയുള്ളവരുണ്ട്, ചിലരുടെ ഉദ്ദേശം പവറാണ്. മറ്റുള്ള പണം ഉണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ പ്രീതി, ഞാനൊരു ദൈവത്തിൻ്റെ ഒരു ഇതാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു ഭയഭക്തി വരും, ബഹുമാനം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ, അപ്പം നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരാൾ ആ പേഴ്സൻ്റെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവരുടെ പ്രീതി പിടിച്ചു പറ്റാനും നോക്കുന്ന ഒരു വളരെ വൃത്തികെട്ട ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. കാരണം ഇതിൻ്റെ അവസാനം നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് വൃത്തികെട്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ യാത്രയിലാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ട് ഈ പേഴ്സൺ യാത്രയിലാണ്, ഭയങ്കര ഒബ്സെസ്ഡ് ആണ്. ഈ പേഴ്സൻ്റെ മനസ്സിൽ ഒരു സാധനം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക, നടത്തിയെടുക്കുന്നത് വരെ ഈ പേഴ്സൺ അതിൻ്റെ പുറകെ നടക്കും. ഇത് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്, ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഈ പേഴ്സൺ ഇതിന് പുറപ്പെടുന്നത്. ഇപ്പോൾ ദേഷ്യമുള്ള ആളാണെങ്കിൽ ഒട്ടും ദേഷ്യം കാണിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, വളരെ മറ്റുള്ളവരോട് ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറുന്ന ആളാണെങ്കിൽ, വളരെ സെൽഫിഷായ ആളാണെങ്കിൽ അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണം വരുന്നുണ്ട് ഈ പേഴ്സണ്, മനസ്സിലായി, യാത്രയിലൂടെ ഡൊണേഷൻസും. അപ്പോൾ ഈ പേഴ്സണ് ചിലപ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആശ്രമം തുടങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉള്ള ആളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കൂടെ കുറേ ആളുകളുമുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി പേഴ്സൺ നല്ല സിറ്റുവേഷനിലാണ്. ഇഷ്ടംപോലെ നമ്മളുടെ ഭക്തി ആണ് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരിക നമുക്ക്, മനസ്സിലായോ?
അപ്പോൾ പ്രത്യേകിച്ച് ആൾദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ പണം വരും, അത് ഇൻ്റർനാഷണലിൽ നിന്ന് വരുന്ന പണം. അപ്പോൾ അതാണ് ഈ പേഴ്സൻ്റെ ഉന്നം എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ കരിയർ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ഫിനാൻഷ്യലി ഈ പേഴ്സൺ വളരെ നല്ല ഒരു സിറ്റുവേഷനിലാണ്. കരിയർ അപ്പം നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ഭക്തിയുടെ പുറകെ പോയതാണോ? ഗൃഹസ്ഥാശ്രമം വിട്ടിട്ട് പോയതാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ കരിയർ ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? ഓക്കെ, കരിയറിൽ ഈ പേഴ്സണ് വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല, കരിയറിലൊന്നും നടക്കുന്നില്ല. അപ്പോൾ പൈസയോട് നമ്മൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുപോലെ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാത്ത എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഇൻസെക്യൂർ ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പോൾ നേരായ വഴിക്ക് പൈസ ഉണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതെവിടുന്നോ ഈ പേഴ്സൺ ഈ ഒരു ഐഡിയ മനസ്സിൽ വീണത്, അതിൻ്റെ പുറകെ പോവുകയാണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഈ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊമോഷനോ, അപ്പോൾ ഈ പേഴ്സൺ സ്വയം വിചാരിക്കുന്നത് ഈ പേഴ്സൺ പെർഫെക്റ്റ് ആണെന്നാണ്. വളരെ കരിയറിൽ ഈ പേഴ്സണെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കരിയറിൽ, ആ ഇൻ്റർവ്യൂ നടന്നപ്പോൾ ഈ പേഴ്സൺ പ്രതീക്ഷിച്ചിരുന്നു ഈ പേഴ്സൺ ഒരു സാലറി ഹൈക്കും അതുപോലെ തന്നെ കമ്പനി പേഴ്സണെ റെക്കഗ്നൈസ് ചെയ്യുമെന്നും ഈ പേഴ്സണ് ഒരു പ്രൊമോഷൻ കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു മാനസികമായ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കരിയർ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു കാര്യം, അപ്പം ഇതൊരു ചിലപ്പോൾ മറ്റുള്ളവരുടെ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഗുരു ഉണ്ടാവും, ആ പേഴ്സൻ്റെ പുറകെ നടന്ന് ഇപ്പോൾ കരിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇനി കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോകാം, മനസ്സിലായി? അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാം, ഒരു ആൾദൈവത്തിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ സ്വയം ഒരു ആൾദൈവമായിട്ട് മാറുക, അതാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇവിടെ. പക്ഷേ കരിയറിൽ ഈ പേഴ്സണ് കുറച്ച് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കരിയറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് പ്രൂവ് ചെയ്യണം നമ്മൾ കേപ്പബിൾ ആണ്, അവർ തരുന്ന റെസ്പോൺസിബിലിറ്റീസ് നമ്മൾക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും, കമ്പനിക്ക് അവരൊരു അസറ്റ് ആണെന്ന് നമ്മൾ കാണിച്ചാൽ മാത്രമേ കമ്പനി നമ്മൾക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അവർ ഓക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും, പറഞ്ഞു വിടണം എന്നില്ല, ഡിസ്മിസ് ചെയ്യണം എന്നില്ല, പക്ഷേ ഓക്കെ വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ അവർ തന്നെ പോകണമെങ്കിൽ പോക്കോട്ടെ എന്ന് വിചാരിക്കാം. ഈ പേഴ്സണ് പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. കമ്പനിയോട് പ്രൂവ് ചെയ്യാൻ, കമ്പനിയോട് ഒരു തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത, അത് ആരോടും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ, കമ്പനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹമില്ല. അപ്പോൾ ഇത് ഡിലേ വരുന്നു, ഈ പേഴ്സൺ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നടക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക്. അപ്പം കരിയറിൽ ചിലപ്പോൾ മിക്കവാറും ഈ പേഴ്സൺ റിസൈൻ ചെയ്തിട്ടുണ്ട് ജോലി, അല്ലെങ്കിൽ റിസൈൻ ചെയ്യണതിൻ്റെ ആ സമയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കണ്ടില്ല. പേഴ്സണൽ റിലേഷൻഷിപ്സ് ഇപ്പം എങ്ങനെയാണ്? അത് കുറേ കാർഡ്സ് വന്നുണ്ടോ, നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ എനർജി ഈ കാർഡ്സ് നമുക്ക് തന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു ചക്രവർത്തിയെ പോലെയാണെന്നാണ് പറയുന്നത്, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ ഈ പേഴ്സൺ ആണ്. അപ്പോൾ ഭയങ്കര ഈഗോ ഉള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ആരോടും സ്നേഹമില്ല. ഈ പേഴ്സൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെല്ലാം മാറി എന്നാണ് പറയുന്നത്. ഇപ്പം ഈ പേഴ്സന്റെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള വിശ്വാസങ്ങളെ ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഒരു മാനസാന്തരം, ആരോ ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ടുണ്ട്, മനസ്സിലായി? ശുദ്ധരായ മനുഷ്യരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റും, സ്മാർട്ടായവരെ പറഞ്ഞ് മാറ്റുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് ശുദ്ധതയുള്ള എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, വലിയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആരോ ഈ പേഴ്സണെ പിരികേറ്റിയിട്ട് അവരുടെ യൂസിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സണെ അവരുടെ ഇതിലേക്ക് അടുപ്പിച്ചേക്കുന്നത്, മനസ്സിലായോ? ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ റിലിജിയൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇതൊരു എന്തോ റിലിജിയനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ചില കമ്മ്യൂണിറ്റികളിൽ അവരുടെ ആളുകളെ അവർ നന്നായിട്ട് നോക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ, ഫിനാൻഷ്യൽ സഹായങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള കൗൺസിലിംഗ് എല്ലാം കൊടുക്കും, മനസ്സിലായോ? അങ്ങനെയുള്ള നല്ല നല്ല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇതങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല, നിങ്ങൾക്കറിയാൻ പറ്റും. ആരാണോ നിങ്ങളുടെ പേഴ്സൺ, ആരാണോ അതെന്താണോ ബന്ധം, അത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാ കമ്മ്യൂണിറ്റീസും നല്ലതല്ല എന്നാണ് നമ്മളെ കാണുന്നത്, ചുറ്റും കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവർ കൊടുക്കും. അപ്പോൾ വളരെയധികം പണത്തിന് ബുദ്ധിമുട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണ് ഇഷ്ടംപോലെ പണം വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ പേഴ്സണ് ഈ പേഴ്സൻ്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെല്ലാം ഇവർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പേഴ്സണ് തൊണ്ടയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഈ പേഴ്സൺ സ്വയം വിചാരിക്കുന്ന വളരെ അഭിമാനമാണ് ഇപ്പോൾ സ്വന്തം കാര്യത്തിൽ. ചിലപ്പോൾ ആരും വില കൊടുക്കാതിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആൾക്കാർ വില കൊടുക്കുമ്പോൾ അതിൻ്റേതായൊരു ചെറിയൊരു അഹങ്കാരം ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്രവർത്തി പോലെയാണ് ഈ പേഴ്സൺ പെരുമാറുന്നത് എല്ലാവരോടും. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പവർ വരുമ്പോൾ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആകണം. പക്ഷെ ചിലർ പവർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനും സ്വന്തം ഉന്നമനത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഈ പേഴ്സണെ ബന്ധം നല്ലതല്ല. മനസ്സിലായി? എല്ലാവർക്കും ഇപ്പോൾ പേഴ്സണോട് ഒരു അസൂയുണ്ട്, അതുപോലെ ഒരു ഈർഷ്യയുണ്ട്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ വലിയ ചക്രവർത്തി, അപ്പോൾ എല്ലാവരും ഈ പേഴ്സൻ്റെ വരുതിക്ക് നിൽക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അങ്ങനെ പെരുമാറുന്നത് പേഴ്സൺ മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൺ പണ്ട് ആൾക്കാരെ കാണിച്ചിരുന്ന ആ ഒരു വിശ്വാസം, എനിക്കിങ്ങനെ ദൈവത്തിൽ വിശ്വാസമുള്ള, എനിക്ക് സ്പിരിച്വലി ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആരോടും ഒട്ടും ഇമോഷണൽ അല്ല, ആരോടും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ പേഴ്സൺ വെക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ സ്വതവേ ചിലപ്പോൾ ഇമോഷണലി വളരെ ദുർബലയോ ആയ ഒരു എനർജി ആയിരിക്കാം. ചിലർ ഭയങ്കര പ്രാക്ടിക്കലും സെൽഫിഷും ആയിരിക്കും. അപ്പോൾ സ്വന്തം കാര്യത്തിന് മാത്രം ഇമോഷൻസ് യൂസ് ചെയ്തിരുന്ന ഒരു എനർജി ഇപ്പോൾ ഒട്ടും ആരോടും എനിക്ക് എന്താ പറയുക, ആരെയും എനിക്ക് പ്ലീസ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയുള്ള പോലെ ആരോടും നന്നായിട്ട് സംസാരിക്കുകയില്ല. എല്ലാവരോടും ഓർഡർ ചെയ്യണം. എനിക്ക് ഇന്നത് വേണം, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇന്ന വേണം, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ വളരെ റൂഡായിട്ടാണ് സംസാരിക്കുന്നത് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ എല്ലാം വളരെ മോശമാണെന്നാണ് പറയുന്നത്. ഇവിടെ ടോറസ് ഉണ്ട്, പിന്നെ ഏരീസ് ഉണ്ട് കേട്ടോ. ഈ 2 സോഡിയാക് സൈൻ ആണ്. ഇനി ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ കാര്യം ഇപ്പോൾ ആലോചിക്കുന്നേ ഇല്ലേ ഈ പേഴ്സൺ? ഈ കാർഡ് വന്നേക്കുന്നുണ്ടോ? പിന്നെ ഇത് റിവേഴ്സാണ്. അപ്പോൾ നിങ്ങളെ കുറിച്ച് പേഴ്സൺ ആലോചിക്കുന്നേ ഇല്ല. അതിന് ജനലൊന്നും അടയ്ക്കുകയാണ്, കാരണം വണ്ടികൾ പോകുമ്പോൾ ഭയങ്കര ഒച്ച, അപ്പോൾ അതുകൊണ്ടൊന്നും അടച്ചതാണ്. ഓക്കെ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇപ്പോൾ നിങ്ങൾ ഒരു വിലയില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഈ പേഴ്സൺ. നിങ്ങളുടെ ഒരു വിശ്വാസമില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടാവില്ല. ഈ പേഴ്സണ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ പേഴ്സൺ ഒരു കഴിവില്ലാത്ത ആളാണ്. മറ്റുള്ളവരോടും ഈ പേഴ്സണോട് നേരിട്ടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കാനേ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ മുമ്പോട്ടാണ് പോകുന്നതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവിടെ വെർഗോ പൈസസ് ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, പൈസസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇപ്പം ഒട്ടും ഡിസ്കണക്റ്റഡ് ആണ് നിങ്ങളായിട്ട് കംപ്ലീറ്റ്. അപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ പോലും ഈ പേഴ്സൺ റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങളോട്. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? യെസ് എന്ന് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. യെസ് എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ വീണ്ടും തൽക്കാലത്തേക്ക് നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ പേഴ്സൺ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. സ്നേഹിക്കാൻ വേണ്ടി വരുന്നതല്ല, ഫിനാൻഷ്യൽ കാര്യത്തിന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ അബാൻഡൻ ചെയ്യുകയായിരിക്കും ചെയ്തത്. കാരണം ഒരു റിലേഷൻഷിപ്പ് നമ്മൾ തമ്മിൽ സംസാരിച്ച് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാവും. അതിന് പകരം ഈ പേഴ്സൺ മുങ്ങിക്കളഞ്ഞു. അതിനർത്ഥം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നാലും നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സണ് വരാൻ പറ്റണം. അപ്പോൾ ഇപ്പോഴും ഈ പേഴ്സണ് കോൺഫിഡൻസ് വന്നിട്ടില്ല. ഇപ്പോൾ ജീവിക്കുന്ന ഒരു മൂഢലോകത്താണ് ആ പേഴ്സൺ. ഒരു ഡ്രീം വേൾഡിലാണെങ്കിൽ പോവുകയാണ് മുമ്പോട്ട്.
അപ്പോൾ ഫിനാൻഷ്യലി ഇപ്പോൾ ബെറ്റർ ആണെങ്കിലും ഫ്യൂച്ചറിൽ ഇതൊക്കെ എല്ലാം പോയാലോ എന്നൊരു പേടിയുണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ പേടി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാത്തത്. എന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല, ബ്ലോക്ക് ഡൗൺ എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളോട് ഈ റിലേഷൻഷിപ്പ് വേണ്ട, ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഇത് റിലേഷൻഷിപ്പ് ഒരു കോമയിലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ പേഴ്സൺ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. അതാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്. ആക്ഷൻ എടുക്കും, പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു വേറൊരു ഒരു ലോകത്താണ് ഈ പേഴ്സൺ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ വരുന്നത് നിങ്ങൾക്ക് ഗുണത്തിനല്ല, പക്ഷേ ഈ പേഴ്സൺ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്കാണ് പറയുന്നത്. ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സോഡിയാക് സൈനും ഉണ്ട്, പക്ഷെ സ്ട്രോങ് ആയിട്ട് കണ്ടത് ഇത് ഞാൻ പറഞ്ഞ സോഡിയാക് സൈനുകളാണ് കേട്ടോ. അപ്പം അതാണ് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാർഡിൻ്റെ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയ നിങ്ങളുടെ പേഴ്സൻ്റെ ഓറക്കൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണത്. നമുക്ക് ഓറക്കൽ മെസ്സേജ് ചോദിക്കാം. ഭഗവാനെ, 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 രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഭഗവാനെ, കാർഡ്സ് വരുന്നില്ല കണ്ടോ. മറിഞ്ഞതാണെങ്കിലും അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറിഞ്ഞതല്ല കാർഡ്സ്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓ ഇത് കണ്ടോ, അതെല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. ഭഗവാനെ, ആക്യുറേറ്റ് ആയിട്ടുള്ള രണ്ട് കാർഡ്സ്, കുറേ കാർഡ്സ് നെഗറ്റീവ് കാർഡ്സ് കണ്ടു. ഭഗവാനെ, ആക്യുറേറ്റ് ആയിട്ടുള്ള കാർഡ് തരണേ ഭഗവാനെ. ഓക്കെ, നന്ദിയാണ് കണ്ടത്, പേഷ്യൻസ്, ക്ഷമ, അതിൻ്റെ കാർഡ് കണ്ടു. ഭഗവാനെ, കറക്റ്റായിട്ടുള്ള കാർഡ് തരണേ. ഏതെങ്കിലും രണ്ട് കാർഡ് തന്നാലും മതി, പക്ഷെ കറക്റ്റായിരിക്കണേ ഭഗവാനെ. കുറേ കാർഡ്സ് തന്നാലും അത് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പ്ലീസ് എനിക്ക് രണ്ട് കാർഡ് തരണേ ഭഗവാനെ. രണ്ട് കറക്റ്റായിട്ടുള്ള കാർഡ്സ് തരണേ ഭഗവാനെ. കാർഡ്സ് വരുന്നില്ല. ഒരു കാർഡ് വന്നു, ഇനി കാർഡ്സ് വരുമോ നോക്കാം. അപ്പോൾ ദൈവം നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു, പക്ഷേ ദൈവം പറയുന്നത് എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഹോൾഡിൽ വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളത് പ്രാവർത്തികമാക്കിക്കോളൂ, സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ടോക്സിക് സിറ്റുവേഷൻ, അത് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രശ്നമുണ്ട്. ദൈവം അവസാനം പറയുന്നത് നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പ്രാവർത്തികമാക്കിക്കോളൂ, സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണിത്. ഏസ് ഓഫ് വോൺസ്. പുതിയതായിട്ടൊന്നും ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ വളരെ ഡള്ളായ ഒരു സിറ്റുവേഷനാണ്, ഒന്നും നടക്കുന്നില്ല,
ഒരു പോസിറ്റീവ് കാര്യങ്ങളും നടക്കുന്നില്ല. വിചാരിച്ച പോലെ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ പുറകെ പോയ ആളാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആദ്യം കണ്ട ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇപ്പം അവരോട് അത്ര വലിയ ഹാപ്പി അല്ല അവരുടെ കൂടെ. മനസ്സിലായ? മണ്ടത്തരം കാണിച്ചു എന്നൊരു ചിന്തയുണ്ട് ഈ പേഴ്സണ്. അതുകൊണ്ടാണ് ഇത് ഏസ് ഓഫ് വാൻസ് ആണ്. ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. അത് റിവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആ തുടക്കത്തിൽ ആളിക്കത്തിയിട്ട് കെട്ടുപോയ പോലെ. മനസ്സിലാവണോ? ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ല തേർഡ് പാർട്ടിയിൽ എന്നാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നിങ്ങളത് ബാധിക്കുന്നുണ്ടോ നോക്കാം. ഭവാനി വിക്ടറി, വലിയ പ്രതീക്ഷയിലാണ് പോയത്. വളരെയധികം ഹാപ്പിനെസ് ഒക്കെ ആഗ്രഹിച്ചാണ് ഈ പേഴ്സൺ പോയത്. ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. വളരെയധികം ഹാപ്പിനെസ് ഒക്കെ പ്രതീക്ഷിച്ചു പോയതാണ്. ഒരു വലിയൊരു 4 പേര് അറിഞ്ഞ് ഒക്കെയാണ് ഇത് പോയത്. അപ്പോൾ വലിയ അഹങ്കാരത്തോടെ പോയതാണ്. പക്ഷേ വിചാരിച്ച പോലെ ആയില്ല റിലേഷൻഷിപ്പ്. മനസ്സിലായോ? എല്ലാം പോയി, നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് പോയാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ്. പക്ഷെ തേർഡ് പാർട്ടി വിടുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഒരു അരിശത്തിന് കിണറ്റി ചാടിയിട്ട് ഒരു 8 അരിശം വന്നാലും കിണറ്റിൽ തിരിച്ചു കയറാൻ പറ്റില്ല മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ. അവിടെ അത് വേറൊരു കാര്യം എന്നാണ് പറയുക. പരസഹായത്തിൻ്റെ കാര്യമൊന്നും പറയാറില്ല, ഞാൻ പറഞ്ഞതാണ് വെറുതെ. കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. കേട്ടോ? മതിയായി തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എവിടെയോ ജോലിക്ക് ചിലരുണ്ടല്ലോ, പുറംപൂച്ച് കണ്ടിട്ട് പുറകെ പോകും. അപ്പോൾ ഭയങ്കര പൈസയുള്ള ഒരാളുടെ പുറകെയാണ് പോയെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇനി എനിക്ക് എൻജോയ് ചെയ്യാം, അയാളുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്, ആ സ്ത്രീയുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇനി ജോലിക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ച് പോയ ആളാണെങ്കിൽ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യാന്നല്ലെങ്കിൽ ഈ പേഴ്സൺ ജോലി ചെയ്യാൻ മനസ്സില്ലാത്ത ഒരാളാണ്. പക്ഷെ പണത്തിന് വേണ്ടി ഈ പേഴ്സണ് ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടി ഒന്നും കൊടുക്കുന്നില്ല ഈ പേഴ്സണ്. അപ്പോൾ ആദ്യം കണ്ടതുപോലെ തന്നെ ആദ്യം കണ്ട ആ ഒരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഹാർഡ് ബ്രോക്കൺ ആണ്. അത് കാരണം പ്രതീക്ഷയ്ക്കൊപ്പം തേർഡ് പാർട്ടി ഉയർന്നില്ല. ഈ പേഴ്സൺ നിങ്ങളോട് പെരുമാറി നിങ്ങളായിരിക്കും ജോലിയെടുത്ത് ഈ പേഴ്സണ് പൈസ കൊടുക്കുന്നത്. മനസ്സിലായോ? അത് ഒരു അഹങ്കാരമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരാൾ, നിങ്ങളെ വളരെ കൺട്രോൾ ചെയ്ത് എന്തോ ഒരു അവകാശം പോലെ മേടിച്ചെടുത്തിരുന്ന ഒരാൾ ഇപ്പോൾ തേർഡ് പാർട്ടി ഈ പേഴ്സണെ മൈൻഡേ ചെയ്യുന്നില്ല, ഒരു പൈസയും കൊടുക്കുന്നില്ല, സ്വന്തം കാര്യത്തിന് സ്വയം സമ്പാദിച്ചോണം എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പം സ്കിൽ ഡെവലപ്മെൻറ്റ്, അപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോവുകയാണ് ജോലി കിട്ടാൻ വേണ്ടി. അപ്പോൾ അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സാമൊക്കെ എഴുതി എടുക്കണം എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ പൈസ ഭയങ്കര അത്യാവശ്യമാണ്. എവിടെ നിന്നും പൈസ കിട്ടാനില്ല. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാനും പറ്റില്ല. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ വളരെ ഹാർട്ട് ബ്രോക്കൺ ആണ്. കാരണം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പോൾ ജോലിക്ക് കയറിയേ മതിയാവൂ എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അടിപൊളി. അപ്പോൾ കരിയർ എങ്ങനെയാണ് പോകുന്നത്? ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് പേഴ്സൻ്റെ. കേട്ടോ? അപ്പോൾ ഈ പേഴ്സൺ പലരുടെ അടുത്തും പോകുന്നുണ്ട് കടം ചോദിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? പക്ഷെ ആരും കൊടുക്കുന്നില്ല. എല്ലാവരും ഈ പേഴ്സൺ, കാരണം നമുക്ക് കടം തരുന്ന എപ്പോഴാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പ്രാപ്തി ഉണ്ടെന്ന് അവർക്ക് തോന്നണം. എന്നാലേ നമുക്ക് പൈസ തരും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5000 രൂപ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, നാളെ പറഞ്ഞ സമയത്ത് തരും, നാളെ തരാൻ പറ്റും, അവർക്ക് വരുമാനമുണ്ട് എന്നൊരു ബോധം മറ്റുള്ളവർക്ക്. ഈ പേഴ്സണ് വരുമാനം ഒന്നുമില്ല, പിന്നെ എവിടെ നിന്ന് തിരിച്ചു കൊടുക്കും? അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് സുഹൃത്തുക്കളോ വീട്ടുകാരോ ആരും പേഴ്സണ് പൈസ കൊടുക്കുന്നില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. എന്തായാലും പേഴ്സന്റെ കരിയർ എങ്ങനെയാണ് ഇപ്പോൾ? ഈ പേഴ്സൺ കരിയറിൻ്റെ കാര്യത്തിൽ ഈ പേഴ്സന്റെ പഴയ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പുകളിലുള്ള പോലെ തന്നെ ഈ പേഴ്സൺ വെറുതെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. എപ്പോഴും മറ്റുള്ളവരെ ജോലി എടുപ്പിച്ച് എനിക്ക് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ജോലിക്ക് കയറിയാലും അതേ മെൻറ്റാലിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ ചിലർ ജോലിക്ക് വരുമ്പോൾ എന്തും ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയല്ല. എൻ്റെ പേഴ്സണൽ ലൈഫ് വേറെ, കിട്ടുന്ന സമയം ഞാൻ ജോലി ചെയ്തോളാം എന്നൊരിതാണ്. അപ്പം മറ്റുള്ളവരെ ജോലി എടുപ്പിച്ച്, ഇപ്പോൾ ഒരു ഓഫീസിൽ കയറിയാൽ പോലും മറ്റുള്ളവരെ ജോലി എടുപ്പിച്ച് എനിക്ക് പണം സമ്പാദിക്കണം
എന്നൊരു ചിന്ത. അപ്പം ഈ മണി ചെയിൻ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഈസി ആയിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പേഴ്സൺ നോക്കുന്നത്. ഇപ്പോൾ ഓഫീസുകളിൽ ചെന്നാലും ആ ഒരു ഇതിലാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. അവളൊരു ഓട്ടോ വിളിക്കാൻ പോയപ്പോൾ അപ്പോൾ ഓട്ടോക്കാർ കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഇങ്ങനെ ഞാൻ കേട്ട കാര്യം പറയാണ്. അപ്പം അവൾ ഓട്ടോ വിളിച്ചപ്പോഴത്തേക്കും ഓട്ടോ അവരെ മൂന്ന് പേര് 4 പേരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു പ്രായമുള്ള ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ അയാൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, അവളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. മീൻസ് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അവൾ ചോദിച്ചപ്പോൾ ഇവരെന്താ വരാത്തെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അവർക്ക് വേറെന്തോ ബെറ്റിങ്ങിൻ്റെ എന്തോ പരിപാടിയുണ്ട്, അങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ഓട്ടോ ഓടി കിട്ടുന്നതിൽ കുറച്ച് കൂടുതൽ പൈസ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ഈ പേഴ്സൺ കരിയറിൽ ഈ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ സീനിയർ ഓഫീസേഴ്സ്, ഇപ്പോൾ മാനേജർ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ മാനേജർ ഒരു പുരുഷനാണ്, ഇവർ നിങ്ങളുടെ പേഴ്സൺ ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഓപ്പോസിറ്റ് ഇതിലുള്ള ആളാണെങ്കിൽ ഇവർ സ്നേഹം അഭിനയിച്ച് അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ തോന്നും. ചിലർ അങ്ങനെയാണ്. ചിലർ ബാഹ്യ സൗന്ദര്യം കാണിച്ചിട്ട് അല്ലെങ്കിൽ സ്നേഹം അഭിനയിച്ചിട്ട് പ്രൊമോഷൻ നേടിയെടുക്കുക, പൈസ നേടിയെടുക്കുക, സാലറി കൂട്ടിക്കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ഓഹരി മേടിച്ചെടുക്കുക, കടം മേടിച്ചെടുക്കുക എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ. അതാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ പേഴ്സൺ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ചു കാര്യങ്ങൾ നടത്താം. എന്തിനു വേണ്ടിയിട്ട്? ഈ പേഴ്സണിൻ്റെ ലക്ഷൂറിയസ് ജീവിതത്തിന് വേണ്ടിയിട്ട്. അത് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയല്ല. എനിക്ക് എന്താ പറയുക, എല്ലാ ആഴ്ചയും ഡ്രസ്സ് എടുക്കണം, ജോലി എടുക്കുന്ന പൈസ എനിക്ക് തികയുന്നില്ല, അപ്പം ഞാൻ കടം മേടിക്കുന്നു, അത് മേടിച്ച് തരാനും പറ്റുന്ന ആളുകളെ കണ്ടുപിടിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സണ് വലിയ വിശ്വാസമൊന്നുമില്ല ഈ പേഴ്സണിൻ്റെ കാര്യത്തിൽ. ജോലി എടുത്ത് ഈ പെട്ടെന്നൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതം ഞാൻ എങ്ങനത്തെ ജീവിതമാണോ ആഗ്രഹിക്കുന്നത് അതുപോലത്തെ ജീവിതം ജീവിക്കാനുള്ള പൈസ ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ തേർഡ് പാർട്ടിയെ കണ്ടപ്പോൾ തേർഡ് പാർട്ടി ഭയങ്കര പൈസയുള്ള ആളാണ്. ആ പേഴ്സണിനെ പിഴിഞ്ഞ് പൈസ മീൻസ് അവരെ പിഴിഞ്ഞ് ജീവിക്കാമെന്നാണ് പേഴ്സൺ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല കാര്യം. ഇപ്പോൾ ഈ പേഴ്സൺ ഫിനാൻസിന് വേണ്ടിയിട്ടും കരിയറിലും പ്രശ്നമാണ്, ഫിനാൻസിന് വേണ്ടിയിട്ടും നട്ടം തിരിയാണ് ഈ പേഴ്സൺ. ഓക്കെ, പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ? ആൾക്കാർക്ക് ഈ പേഴ്സന്റെ സ്വഭാവം മനസ്സിലാവുന്നുണ്ട്. ഈ പേഴ്സൺ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മറ്റുള്ളവരെ എന്താ പറയുക, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുക എന്നുള്ളത് ഈ പേഴ്സൻ്റെ ഒരു ക്യാരക്ടറാണ്. നിങ്ങളെ പ്ലീസ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ പ്ലീസ് ചെയ്യാൻ നോക്കി. പക്ഷേ ഈ പേഴ്സൺ ബേസിക്കലി മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നത്, സ്വന്തം കാര്യം നടക്കാനായിട്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ സ്വഭാവത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പോഴും വലിയ അഹങ്കാരിയൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിലും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കില്ല ഈ പേഴ്സൺ. സ്വാർത്ഥതയാണ് മൊത്തം. അപ്പോൾ ഇവിടെ ഒരു പ്രഗ്നൻസി ഒക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും പേഴ്സൺ ചിലപ്പോൾ ഒരു അച്ഛനായിട്ടുണ്ടാവും അല്ലെങ്കിൽ അമ്മയായിട്ടുണ്ടാവാം, എന്തോ അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ പേഴ്സണൽ ലൈഫിൽ ഈ പേഴ്സൺ കമ്മിറ്റഡ് അല്ല, പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഈ പേഴ്സൺ ഒരു അച്ഛനാവുകയോ അമ്മയാവുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പണിയാണ്, കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടില്ല ആർക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്വഭാവത്തിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഈ പേഴ്സണെ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഈ പേഴ്സണിന്റെ ഇപ്പോഴത്തെ സ്വഭാവം. അപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ഹാപ്പി അല്ല. വേറെ തേർഡ് പാർട്ടി കാരണം ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല ഈ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ജോലി എടുക്കാൻ പ്രേരിതയാവുകയോ ചെയ്യുകയാണ്. ഒരു റിലേഷൻഷിപ്പിലും കമ്മിറ്റ്മെൻറ്റ് ഇതുവരെയും കൊടുത്തിട്ടില്ല. നിങ്ങൾക്കും കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്, ഏരീസ് ഉണ്ട്, ലിയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിയോ സ്ട്രോങ് ആണ്. ഇവിടെ ലിയോ വന്നിട്ടുണ്ട്, ഇതും ലിയോ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? നിങ്ങളോട് സ്നേഹമൊന്നുമില്ല കേട്ടോ. മീൻസ് നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലൊരു റീകൺസിലിയേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ മുഖം കൊടുക്കില്ല എന്നൊരു പേരുണ്ട്. ഇവിടെ 2 സ്ത്രീകളുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പുരുഷനാണെങ്കിൽ 2 സ്ത്രീകൾ, സ്ത്രീ ആണെങ്കിൽ 2 പുരുഷന്മാരായിട്ട് എടുക്കുക. എന്തായാലും ആരുമായിട്ട് റീകൺസിലിയേഷൻ എന്നതിൽ തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാത്രമല്ല ഈ പേഴ്സണൽ ലൈഫിലുള്ളത്, പലരുണ്ട്.
അപ്പോൾ ആരോടും ഈ പേഴ്സൺ കമ്മിറ്റ്മെന്റ് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ആരെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ ഒരു മടിയില്ലാത്തൊരു എനർജിയാണ്. ഇപ്പോൾ ഈ പേഴ്സൺ 2 സ്ത്രീകളുണ്ട്. 2 പേർക്കും തമ്മിലറിയാം. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങൾക്കറിയാത്ത പല തേർഡ് പാർട്ടികളും ഉണ്ട് ഈ പേഴ്സന്റെ ജീവിതത്തിൽ. നിങ്ങൾക്കറിയുന്നതും നിങ്ങൾക്കറിയാത്തതുമായ തേർഡ് പാർട്ടികൾ ഈ പേഴ്സണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പേഴ്സൺ കൂടെ പോയ തേർഡ് പാർട്ടി പൈസ കൊടുക്കുന്നില്ല. അതാണ് ഇത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പേഴ്സണാലിറ്റിയാണ്. അതേസമയം തന്നെ നിങ്ങളുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫും കരിയറും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയ പേഴ്സണാലിറ്റി ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ അൺമാരീഡ്, കമ്മിറ്റ്മെന്റ് തരാത്തവരാണ്, അൺമാരീഡ് ആണ്. നിങ്ങൾ പക്ഷേ മാരീഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വൺ ഓഫ് ദ തേർഡ് പാർട്ടീസ് ആണോ ഇവിടെ അറിയില്ല. എന്തായാലും 2 സ്ത്രീകളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ലവ് ഒന്നുമില്ല. ഒരാൾ ഭയങ്കര നിങ്ങളുടെ സ്വഭാവമായിരിക്കാനാണ് വഴി. ഇത് രണ്ടും നിങ്ങൾ തന്നെയാണ്. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുന്ന ഒരാൾ, അതേസമയം ആൾക്കാരോട് വേണ്ട എന്ന് പറയാൻ, നോ എന്ന് പറയാനും മടിയില്ലാത്ത ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ പോയത്. പക്ഷെ നിങ്ങളെക്കുറിച്ച് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കര പാവമാണ്. ആ പേഴ്സണ് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുത്തു, അതായിരിക്കാം സത്യം. പക്ഷെ ഈ പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. നിങ്ങൾ ഭയങ്കര ചോദിക്കുമ്പോൾ പൈസ തരാൻ മടിയുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് വേറൊരു എനർജിയിലേക്ക് പോയത് എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട്. അപ്പോൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹമുള്ളത് കൊണ്ടല്ല. സ്കോർപിയോ സോഡിയക് സൈൻ ആണ് അവിടെ കാണിക്കുന്നത്. ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ ഈ പേഴ്സൺ? നോക്കാം നമുക്ക്. ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? നോ എന്ന കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ തിരിച്ചു വന്നാൽ നിങ്ങളോട് സത്യം തുറന്നു പറയേണ്ടി വരും. നിങ്ങളുടെ കാല് പിടിക്കേണ്ടി വരും. കാര്യങ്ങൾ ക്ഷമ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നോ എന്ന കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഉദ്ദേശം സെയിം ആണ്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് വരണമെന്ന്, പക്ഷെ വേണ്ട, തൽക്കാലത്തേക്ക് ഇല്ല എന്നൊരു സിറ്റുവേഷനാണ്. കാരണം ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഏറ്റു പറയേണ്ടി വരും. അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതിന് ധൈര്യമില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ജീവിതം ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ജീവിതം ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ധൈര്യമില്ല. കാരണം നിങ്ങൾക്ക് സത്യം അറിയാം. ഇനി എന്ത് മുഖം വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും ഈ പേഴ്സൺ? അതുകൊണ്ടാണ്. വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. ലിയോ, സ്കോർപിയോ, ബാക്കി സോഡിയക് സൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ 2ാമത്തെ കാർഡിൻ്റെ റീഡിങ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമുക്ക് 3ാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഭവാനി, 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പുമായി പോയ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താണ് ഈ പേഴ്സൻ്റെ അവസ്ഥ? അതാണ് നമ്മൾ നോക്കുന്നത്. ഭവാനി, 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഭവാനി, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നമുക്ക് കാർഡ്സ് എടുക്കാം. ഭവാനി, 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഭവാനി, ഭവാനി, 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഭവാനി, ഭവാനി, 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. ഭവാനി, തന്നെത്താനെ വീഴണം, എന്നാലേ എനിക്കതൊരു മെസ്സേജായിട്ട് തോന്നാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ സമയമെടുക്കുന്നത് ഷഫിൾ ചെയ്യുന്നത്. ഓക്കെ, ഭവാനി, ഒരു
ലാസ്റ്റ് കാർഡ്സ് ഇവിടെ 4 കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ബീയിങ് പൊളൈറ്റ്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ക്ഷമയോടെ അവർ പറയുന്നത് കേൾക്കണം, വളരെ ക്ഷമയോടെ മറുപടി പറയണം, വളരെ സൗമ്യമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. ഒരു നാശം വരും, ഒരു ഡിസ്ട്രക്ഷൻ വന്നിട്ട് പിന്നെ ആ ഡിസ്ട്രക്ഷൻ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാനെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ആയിട്ട് റിലേഷൻഷിപ്പുമായി പോയ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് ഭഗവാനെ? ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ അധികം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ്, വളരെ സീക്രട്ടീവായിട്ട് കൊട്ടിഘോഷിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ പേഴ്സണ് ഇമോഷണലി വളരെ ഇംബാലൻസ്ഡ് ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ ഒട്ടും ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ, വളരെയധികം ഇമോഷണലി പ്രശ്നങ്ങളിൽ കൂടെയാണ് ഈ പേഴ്സൺ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു എനർജിയാണിത്. ചിലരെ കണ്ടിട്ടില്ലേ, നമ്മളുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി നമ്മളുടെ പാർട്ട്ണറിന് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആൾക്കാരോട് പറഞ്ഞു നടക്കുന്ന ചില എനർജീസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വന്തം തെറ്റുകളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരു എനർജി പോലെയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ധൈര്യം വേണം നമുക്ക്. ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളും മാറും. നമ്മൾ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കാണോ, നിങ്ങളുടെ പേഴ്സണലുള്ള മെസ്സേജ് ആണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സണ്, ഇഷ്ടം പോലെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് ആരെയും അറിയിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സീക്രട്ടായിട്ട്, അപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലാണ് ഇപ്പോഴും. അപ്പോൾ സീക്രട്ടായിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം നെഗറ്റീവ് ചിന്തകളുള്ള ഒരു എനർജിയാണിത്. വളരെയധികം ഇമോഷണലായിട്ട്, മീൻസ് എന്താ പറയുക, നമ്മളെ ഉപദ്രവിക്കണമെന്നുണ്ട് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ ഈ പേഴ്സണെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ ഉപദ്രവിക്കണമെന്ന് ഈ പേഴ്സൺ ഉണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യമില്ല. അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. വളരെയധികം നെഗറ്റീവ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്? നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ് പേഴ്സൻ്റെ? ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. ഈ പേഴ്സൺ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ തേർഡ് പാർട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു വിലയും ഈ പേഴ്സണ് കൊടുക്കുന്നില്ല. അതാണ് രസം. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എല്ലാ പൈസയെല്ലാം തേർഡ് പാർട്ടി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. സ്വർണവും പൈസയും എല്ലാം തേർഡ് പാർട്ടി, സ്വത്തുക്കളുണ്ടായിരുന്നു അതെല്ലാം വിറ്റ് നശിപ്പിച്ചു. ഇപ്പോൾ ഒന്നുമില്ല ഈ പേഴ്സണ്. എല്ലാം അവസാനിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പേഴ്സൻ്റെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും സിറ്റുവേഷൻ മാറിയിട്ടില്ല. ഇപ്പോൾ ആ പേഴ്സൺ അതിൽ കൂടെയാണ് പോകുന്നത്. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം. ഇത് സ്കോർപിയോ സോഡിയാക് സൈനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ കൊണ്ട്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇത് എങ്ങനെയാണ്, ഇപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിരുന്ന ഒരു എനർജിയാണ്. ഫിനാൻഷ്യലി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം അത്രത്തോളം സ്വത്തും പണവും ഉണ്ടായിരുന്നു, സ്വർണങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്.
സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ അതെല്ലാം തേർഡ് പാർട്ടിക്ക് സ്വത്തുകൾ എഴുതി കൊടുക്കുകയാണോ ചെയ്തത് അതൊന്നും അറിയില്ല. ഇതിപ്പോൾ മൊത്തത്തിൽ പാപ്പരാണ് പാർട്ടി കേട്ടോ. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉയർന്നു വരും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസും ഇല്ല ഈ പേഴ്സണ്. ഫിനാൻസ് മൊത്തം പോയപ്പോൾ, ഫിനാൻസ് ആയിരുന്നു ഈ പേഴ്സൻ്റെ കോൺഫിഡൻസ്. ഫിനാൻസ് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല എന്നൊരു സിറ്റുവേഷനാണ്. കരിയർ എന്താണ്? ജോലി വല്ലതും ഉണ്ടോ? കരിയർ എങ്ങനെ പോകുന്നു? കരിയറൊക്കെ രാജിവെക്കേണ്ടി വന്നു. ഈ തേർഡ് പാർട്ടി വല്ല ആക്ടറോ അങ്ങനത്തെ വല്ല പരിപാടിയാണോ? ഈ ചിലർക്ക് ഇങ്ങനെ സിനിമ എടുക്കുക, അല്ലെങ്കിൽ നാടകം എടുക്കുക, അല്ലെങ്കിൽ ഒരു ട്രൂപ്പ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പം അതിന് വേണ്ടി പൈസ ചിലവാ. ചിലപ്പോൾ ചിലർ ഈ ഒരു എക്സാമ്പിൾ പറയാണ്, എല്ലാവരും അല്ല, ചിലർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ അവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് സിനിമയിലോടൊരു ആരാധന ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള എനർജീസ് ഇവിടെ വന്നിട്ട് അവർ ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് അവരെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള പൈസ മുഴുവനും അവരെ പിടിച്ചെടുക്കും. മനസ്സിലായി? എന്നിട്ട് ഈ പേഴ്സണ് പടം വിജയിക്കുകയില്ല, ചില സമയത്ത് പടം കംപ്ലീറ്റ് ആവുക പോലുമില്ല. അങ്ങനത്തെ ആ ഒരു ഇതിൽ പെട്ട പോലെയാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത്. പേഴ്സണിൻ്റെ പൈസ മുഴുവനും തേർഡ് പാർട്ടി എടുത്തു. തേർഡ് പാർട്ടി ആരും ആയിക്കോട്ടെ, തേർഡ് പാർട്ടി മൊത്തത്തിലെടുത്തു. ഈ പേഴ്സൺ ഒന്നും കിട്ടിയില്ല, പ്രോഫിറ്റും കിട്ടിയില്ല, ഈ പേഴ്സൻ്റെ കയ്യിലൊന്നുമില്ല, ഒരു ഗുണവും ഇല്ലായിരുന്നു. അപ്പോൾ കരിയർ ഉണ്ടായിരുന്ന കരിയർ റിസൈൻ ചെയ്തു. ചിലപ്പോൾ തിരിച്ച് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തിരിച്ച് ജോലിയിൽ കയറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബിസിനസ് നിർത്തി കളഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഇവിടെ കയറിയപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ അതിനകത്തേക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പോൾ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 50 ലക്ഷം തരാമെന്ന് പറയുമ്പോൾ 10 ലക്ഷം ഉണ്ടായിരുന്നത് മുഴുവനും അതിനകത്ത് കൊണ്ടിട്ടു. മനസ്സിലാവണം? ഇപ്പോൾ ഒന്നും തിരിച്ച് കിട്ടിയുമില്ല, അങ്ങോട്ട് തിരിച്ച് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അപ്പോൾ വളരെയധികം ഒരു എന്താ പറയുക, ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്. കരിയറിലും അങ്ങനെ തന്നെയാണ്. കരിയറിൽ ആ പേഴ്സൺ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ആയിരുന്നിരിക്കാം ബിസിനസ് തുടങ്ങിയത്, അവരെയും കൂടെ ചിലപ്പോൾ ഇതിനകത്ത് കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും ഇപ്പോൾ കരിയറിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാണ്ടോ? അപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ഈ പൈസ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇനി എവിടെ നിന്ന് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നത്? ചിലപ്പോൾ ചുറ്റി തുടങ്ങിക്കഴിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം കൂടെ ചുറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ വളരെ സ്മാർട്ടായിരിക്കാം. ഈ പേഴ്സൺ അതിനകത്ത് കൊണ്ട് വലിച്ചിട്ടിട്ട് കുറേ പൈസ ആയപ്പോൾ അവരെ മുങ്ങിക്കളഞ്ഞ് ഈ പേഴ്സൺ ഇവിടെ പെട്ടു. ഈ പേഴ്സൺ പോയില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ ഇവിടെ പെട്ടു. അപ്പോൾ ഈ പേഴ്സൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി പൈസ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ്. പിന്നെ കരിയറിൽ അങ്ങോട്ട് പൈസ കുറേ കിട്ടുമെന്ന് പറഞ്ഞപ്പം ജോലി രാജിവെച്ചു, ബിസിനസ് വേണ്ടാന്ന് വെച്ചു. മനസ്സിലായോ? അങ്ങനത്തെ സിറ്റുവേഷനിൽ ഫിനാൻഷ്യലി അതും കൂടി കൊണ്ടിട്ടാണ് ഈ ഫിനാൻഷ്യലി ഭയങ്കര മോശം സിറ്റുവേഷൻ. കരിയർ ഇല്ല, കരിയർ എല്ലാം പോയി. ഇനി ആ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പൊട്ടിത്തെറി. ഇപ്പോൾ ആൾക്കാർ കേസ് കൊടുക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയ പൈസ മുഴുവൻ ആർഭാടം ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്തു, പിന്നെ എന്താ പറയുക, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും പല കാര്യങ്ങൾ ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് പണം മൊത്തം പോയി. അപ്പോൾ ഇനി കരിയറിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല, മൊത്തം കുളമാണ്. ഓക്കെ. പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇവിടെ സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട്, സ്കോർപ്പിയോ പിന്നെയും കാണിക്കുന്നുണ്ട്. സ്കോർപ്പിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ. ഓക്കെ, പേഴ്സണൽ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ചിലപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടാവാം, ആഗ്രഹിച്ചല്ല. പക്ഷെ ചിലപ്പോൾ ഈ എന്താ പറയുക, പൈസ കിട്ടിയാലേ ചില ആളുകൾ, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ചില സമയത്ത് വളരെയധികം പൈസ ഉള്ള ആയ ആളെ വിവാഹം കഴിക്കും. എന്ന് വെച്ചാൽ നാളെ അവർ പെട്ടെന്ന് പോകും, മരിച്ചു പോകുമെന്നാണല്ലോ ഒരു വിശ്വാസം. നമ്മൾ ചില സമയത്ത് ചിലർ ഈ കല്യാണം കഴിച്ച ആളെക്കാളും കൂടുതൽ സമയത്ത് കൂടുതൽ ജീവിക്കാൻ ചാൻസ് ഉണ്ട്, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ. അപ്പോൾ ഈ പേഴ്സൺ വീണ്ടും ഒരു വിവാഹം കഴിച്ചു. ചിലപ്പോൾ തേർഡ് പാർട്ടി ഫോഴ്സ് ചെയ്ത് വിവാഹം കഴിപ്പിച്ചായിരിക്കും, എന്നാലേ ഫുള്ളായിട്ട് പൈസ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങുക, ഭാര്യയുടെ സ്വത്ത് ഭർത്താവിൻ്റെ സ്വത്തായി മാറുക, ഭർത്താവിൻ്റെ സ്വത്ത് ഭാര്യയുടെ സ്വത്തായിട്ട് മാറുക. നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ ഇല്ലീഗലാണ് ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഈ റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് പിന്നെയും വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി ആയിട്ടല്ല വിവാഹം കഴിച്ചത്, പക്ഷേ ഒരു സഹകരണ മനോഭാവം തേർഡ് പാർട്ടിയോട് അങ്ങനെയാണ്. പക്ഷെ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. കാരണം മൊത്തത്തിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ ഹാർട്ട് ബ്രേക്ക് ആണെന്ന്.
ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പേഴ്സൺ ഇനി എന്തെങ്കിലും പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത ഈ പേഴ്സണ് മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ തേർഡ് പാർട്ടി ഒട്ടും ഇഷ്ടമല്ല ഈ പേഴ്സണ്. പക്ഷേ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല ഈ പേഴ്സണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതേസമയം ഒട്ടും ഹാപ്പി അല്ല ഈ പേഴ്സൺ തേർഡ് പാർട്ടിയായിട്ട്. അതാണ് തേർഡ് പാർട്ടിയെ വളരെ നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ കാണും. ഇപ്പോൾ എന്തെങ്കിലും പൈസ ആരെങ്കിലും കൊടുത്താൽ തന്നെ, ഇപ്പം എന്തെങ്കിലും ഒരു പൈസ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പേഴ്സൺ അത് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഴ്സണ് ജീവിക്കാൻ ഒന്നും ഉണ്ടാവില്ല. വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഇവരെ വിവാഹം കഴിച്ചത് കൊണ്ട് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് ഈ പേഴ്സണ്, നിങ്ങളുടെ പേഴ്സണ്. ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ടത്. ഒട്ടും ഹാപ്പി അല്ല ഈ പേഴ്സൺ. തുടക്കം മുതലേ മൊത്തത്തിൽ കുളമാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇനിയും തുടങ്ങണമെന്നാണ് കേട്ടോ. പിന്നെയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിടണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് മാറരുതായിരുന്നു. അപ്പം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്നാൽ മനസ്സിൽ വിചാരിക്കും. പക്ഷെ അതെല്ലാം സീക്രട്ടായിട്ട് വെച്ചേക്കും. അപ്പോൾ തേർഡ് പാർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ കുളമാവും. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഓക്കെ, മാരീഡ് അല്ലെങ്കിലും കമ്മിറ്റഡ് ആയിരുന്നോ അറിയില്ല, എന്തായാലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന്, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ തേർഡ് പാർട്ടി അറിയാതെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വല്ല ഒരു ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും മനസ്സിൽ ഈ പേഴ്സൺ പ്രിപ്പയർഡ് ആണ്. ഇവിടെ ക്യാൻസർ പൈസസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. വളരെ സീക്രട്ടീവായിട്ടാണ് ഈ പേഴ്സൺ ഇത് ചിന്തിക്കുന്നത്. കാരണം അനുഭവങ്ങൾ ഈ പേഴ്സണെ പഠിപ്പിച്ചു. അപ്പോൾ നല്ല പാഠങ്ങളാണ് പേഴ്സണിന് അനുഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഭഗവാനെ. അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ പേഴ്സൺ? ആക്ഷൻ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ യെസ് കാർഡ് നോ ആണ് പറയുന്നത്. ഈ പേഴ്സൺ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സക്സസ്ഫുൾ ആകില്ല എന്നൊരു പേടിയുണ്ട് ഈ പേഴ്സൺ. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വന്ന നല്ലൊരു അടി പ്രതീക്ഷിക്കാം. ഇതൊന്നും നല്ലതാവില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോടുണ്ടായിരുന്ന സ്നേഹം മൊത്തം പോയി എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും വരാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ല ഈ പേഴ്സൺ. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് പേഴ്സണെ എന്താ പറയുക വഴക്കടിക്കും. നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് എന്തൊരു ചിന്ത ഈ പേഴ്സണിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വരില്ല എന്നാണ് പറയുന്നത്. വളരെയധികം ഭയങ്കര അടി ഉണ്ടാവുമെന്ന് ഈ പേഴ്സൺ തോന്നുന്നുണ്ട്. 5 ഓഫ് സ്വേർഡ്സ് ആണ്. ഭയങ്കരമായിട്ടുള്ള അടി ഉണ്ടാവും എന്നറിയാം. കാരണം നിങ്ങളങ്ങനെ പറ്റിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ കുറേ ഇൻസൾട്ട് ചെയ്യുകയും ഹേർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കാത്തത്, വരാൻ ട്രൈ ചെയ്യാത്തത് കേട്ടോ. വളരെയധികം നിങ്ങളടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പണിയാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു. അത് നശിപ്പിച്ചിട്ടാണ് ഈ പേഴ്സൺ പോയത്. നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അതുകൊണ്ടാണ് ഈ പേഴ്സൺ വേറെ എവിടെ പോയാലും സക്സസ്ഫുൾ ആകില്ല. കാരണം നിങ്ങളാണ് ഈ പേഴ്സൻ്റെ സോൾമേറ്റ് കണക്ഷൻ. അത് പക്ഷേ നശിപ്പിച്ചു ഈ പേഴ്സൺ. എന്തായാലും അപ്പം ഇതാണ് ലാസ്റ്റ് റീഡിങ്. സോഡിയാക് സൈൻസ് ഇവിടെ ജെമിനായി ഉണ്ട്, ക്യാൻസർ ബാക്കി ഞാനെല്ലാം പറഞ്ഞതാണ്. ഭഗവാനെ, ക്യാൻസർ സ്ട്രോങ് കാണിക്കുന്നുണ്ട്, സ്കോർപ്പിയോ സ്ട്രോങ് ആണ് ഇവിടെ, വാട്ടർ സൈൻസ് ആണ് കൂടുതൽ. എന്തായാലും ഇതാണ് എന്താ പറയുക മൂന്നാമത്തെ റീഡിങ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് നൽകാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാ സപ്പോർട്ടിനും നന്ദി കേട്ടോ. വീണ്ടും കാണാം. ബൈ ബൈ. സേഫായിട്ടിരിക്കുക എല്ലാവരും. ബൈ ബൈ.